തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർ തമ്മിൽ സംഘർഷം. പ്രധാനമന്ത്രി പ്രസംഗിച്ച സ്ഥലത്ത് ചാണകവെള്ളം തളിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞു. കോൺഗ്രസിന്റെ വരേണ്യ മനസ്സാണ് പിന്നോക്ക വിഭാഗക്കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അംഗീകരിക്കാൻ കഴിയാത്തതിന് കാരണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാതിരിക്കാൻ ഗൂഢാലോചന നടന്നതായും സുരേന്ദ്രൻ. തൃശൂർ കുറ്റൂരിൽ വ്യാപാര സ്ഥാപനത്തിന് അഗ്നിബാധ, ലക്ഷങ്ങളുടെ നഷ്ടം. തൃശൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. നിർമ്മാണം സ്തംഭിച്ച കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് നവീകരണം നാളെ പുനരാരംഭിക്കും. തൃശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ചാലക്കുടി മേലൂർ കൂവാട്ടുകുന്നിൽ കോഴി ഫാമിൽ കുറുക്കന്റെ ആക്രമണം. 200ഓളം കോഴികൾ ചത്തു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ തമ്മിൽ സംഘർഷം. പ്രധാനമന്ത്രി വന്നുപോയ വേദിയിൽ ചാണകവെള്ളം തളിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് ശ്രമമാണ് ഏറ്റുമുട്ടൽ കലാശിച്ചത്. വടക്കുംനാഥ ക്ഷേത്രം മൈതാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മോദിയുടെ രാഷ്ട്രീയ പ്രചാരണ പരിപാടിക്കായി ക്ഷേത്ര മൈതാനിയിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരമടക്കം നിരവധി മരങ്ങൾ നശിപ്പിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് മാ നിഷാദ എന്ന പേരിൽ സംരക്ഷണ വലയം തീർക്കാനായിരുന്നു ശ്രമം. എന്നാൽ പ്രതിഷേധവുമായി നായ്ക്കനാലിലെ വേദി പരിസരത്തെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സ്ഥലത്തുണ്ടായിരുന്ന യുവമോർച്ച ബിജെപി പ്രവർത്തകർ ചേർന്ന് തടഞ്ഞു. ഇതാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. തുടർന്ന് KSU പ്രവർത്തകരും ബിജെപി ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രബുൽ കൃഷ്ണ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയതോടെ ഇരുവിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി. ഈ നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടല്ല ആൽമരം മുറിച്ചത്. ഡിസംബർ 22-ാം തീയതി ഈ ആൽമരം പൊട്ടി വീണ് 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് അപകടം പറ്റിയതിനെ തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഈ മരം മുറിച്ചു മാറ്റിയത്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങൾ വേദി അഴിച്ചു മാറ്റിയിട്ടില്ല. ഞങ്ങളൊക്കെ ഇത് അഴിച്ചു മാറ്റുന്ന മറ്റു കാര്യങ്ങൾ തിരക്കായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ആ സമയത്താണ് അതിക്രമിച്ച് ഇങ്ങോട്ട് വരുന്നത്. പോലീസ് അക്രമികളെ അറസ്റ്റ് ചെയ്യല്ലേ വേണ്ടത്. TM പ്രതാപനും അലവിയും ചേർന്ന് ഗൂഢാലോചന നടത്തി ഇവിടെ ചാണകവെള്ളം തളിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇതിന് പറഞ്ഞുവിട്ട TM പ്രതാപനെ പുറത്ത് ഞങ്ങൾ ചാണകവെള്ളത്തിൽ ഞങ്ങൾ വെക്കും. കൂടുതൽ പോലീസ് എത്തി ഇരുകൂട്ടരെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഇതിനിടയിൽ പോലീസ് നോക്കി നിൽക്കെ BJP യുവമോർച്ച പ്രവർത്തകർ വേദിക്ക് സമീപം കിടന്നിരുന്ന മരപ്പലകകളും ഇരുമ്പിന്റെയും മരത്തിന്റെയും തൂണുകളും എടുത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടത്. മരത്തൂൺ പതിച്ച ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും മരപ്പലക കൊണ്ട് യുവമോർച്ചയുടെ പ്രവർത്തകനും പരിക്കേറ്റു. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലീസിന്റെ ലാത്തിയടിയും കിട്ടി. പ്രവേശന കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കണമെന്നാവശ്യപ്പെട്ട് BJPയും രംഗത്തെത്തി. പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതാവ് കയ്യിൽ കരുതിയ ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ചതോടെ വീണ്ടും സംഘർഷമായി. ഇതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അറസ്റ്റിനിടെ കൂകി വിളിച്ച BJP യുവമോർച്ച പ്രവർത്തകർ വലിയ കല്ലുകൾ എടുത്തെറിഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നീക്കിയ ശേഷം ബാരിക്കേഡുകൾ നിരത്തി വേദിക്ക് പിന്നിലെ ക്ഷേത്ര മൈതാനത്തേക്കുള്ള കവാടം പോലീസ് അടച്ചു. ഇതോടെയാണ് സംഘർഷത്തിന് ശമനമായത്. TCV തൃശൂർ. കോൺഗ്രസിന്റെ വരേണ്യ മനസ്സാണ് പിന്നോക്ക വിഭാഗക്കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അംഗീകരിക്കാൻ കഴിയാത്തതിന് കാരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഈ മനോഭാവമാണ് മോദി പങ്കെടുത്ത തൃശൂരിലെ വേദിയിൽ ചാണകവെള്ളം തെളിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രേരിപ്പിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോത്രവിഭാഗക്കാരിയായ രാഷ്ട്രപതിയെയും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉപരാഷ്ട്രപതിയെയും കോൺഗ്രസ് തുടർച്ചയായി അധിക്ഷേപിക്കുന്നതിനും കാരണം വരേണ്യ മനോഭാവമാണ്. നരേന്ദ്രമോദിജിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ വരേണ്യ മനസ്സ് ഒരിക്കലും തയ്യാറായിട്ടില്ല.
നരേന്ദ്രമോദിജി ഒരു പിന്നോക്ക ജാതിക്കാരനാണ്, ഒരു പാവപ്പെട്ടവന്റെ മകനാണ്, ഒരു ചായ വിറ്റ് നടന്ന ഒരാളുടെ മകനാണ്. അങ്ങനെയുള്ള ഒരാൾ പ്രധാനമന്ത്രിയായി എന്നുള്ളത് അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ വരേണ്യ നേതൃത്വത്തിന് ഇന്ത്യയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ ഈ വരേണ്യ മനസ്സ് പിന്നോക്ക ജാതിക്കാർക്കും ദുർബല ജനവിഭാഗങ്ങൾക്കും രാജ്യത്ത് അധികാരം ലഭിക്കുമ്പോൾ അതിനോടുള്ള അസഹിഷ്ണുത കോൺഗ്രസ് ശക്തമായിട്ട് പ്രകടിപ്പിക്കും. മോദി പങ്കെടുത്ത മഹിളാ സമ്മേളനം വൻ വിജയമായതിലെ അങ്കലാപ്പിലാണ് കേരളത്തിലെ കോൺഗ്രസും CPM-ഉം. മോദിയുടെ ഗ്യാരണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ അവസരവാദമോ അല്ല, വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. മോദിയുടെ ഗ്യാരണ്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള കോൺഗ്രസിന്റെയും CPM-ന്റെയും അവസരവാദ രാഷ്ട്രീയമല്ല. മോദിയുടെ ഗ്യാരണ്ടി വികസനത്തിനുള്ളതാണ്. മോദിയുടെ ഗ്യാരണ്ടി വ്യാജ ഫ്രീബീസിന്റെ സൗജന്യ വാഗ്ദാനങ്ങളല്ല. മോദിയുടെ ഗ്യാരണ്ടി ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്, ഇനി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ. മോദിയുടെ പരിപാടിയിലേക്ക് എത്തിയ വനിതകളെയും മാധ്യമപ്രവർത്തകരെയും സമ്മേളന വേദിയിലേക്ക് കടത്തിവിടാത്തത് കേരള പോലീസാണ്. എല്ലാ മാധ്യമപ്രവർത്തകരെയും അകത്ത് പ്രവേശിപ്പിക്കാതിരിക്കാൻ വലിയ ഗൂഢാലോചന നടന്നു. SPG അതിന് തടസ്സം നിന്നിട്ടില്ല. പക്ഷെ പോലീസ് അതിന് ഒരു നടപടിയും എടുത്തില്ല. PRDയും പോലീസും. മഹിളാ സമ്മേളനത്തിന് വന്ന നിരവധി വാഹനങ്ങൾ പോലീസ് തടഞ്ഞു. പരമാവധി ആളുകൾ പങ്കെടുക്കാതിരിക്കാനുള്ള വഴിയാണ് പോലീസ് ആലോചിച്ചത്. പോലീസിൽ PFI ചാരന്മാരുണ്ടെന്ന പാർട്ടി ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാറിന്റെ പരാമർശത്തെ പിന്തുണച്ച സുരേന്ദ്രൻ തൃശൂർ MP പ്രതാപനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചു. ജനുവരി 27 മുതൽ മോദി ഗ്യാരണ്ടി പുതിയ കേരളത്തിനായി എന്ന മുദ്രാവാക്യമുയർത്തി BJP കേരള പദയാത്ര നടത്തും. കൂടാതെ ക്രിസ്മസിനോടനുബന്ധിച്ച് ആരംഭിച്ച സ്നേഹയാത്ര തുടർന്നു പോകുമെന്നും സുരേന്ദ്രൻ അറിയിച്ചു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി A. നാഗേഷ്, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രബുൽ കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂർ കുറ്റൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ അഗ്നിബാധ. ജാസ്മിൻ ബിൽഡിംഗിലെ ഫാൻസി കടയ്ക്കാണ് തീപിടിച്ചത്. കൊട്ടേക്കാട് സ്വദേശി വെളുത്താത്ത ശശിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കത്തി നശിച്ചത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തൃശൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് സമീപത്തെ മറ്റു കടകളിലേക്ക് തീ പടരും മുൻപ് നിയന്ത്രണ വിധേയമാക്കിയത്. നിർമ്മാണം സ്തംഭിച്ച കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് നവീകരണം നാളെ പുനരാരംഭിക്കും. 20 കോടി രൂപയോളം കുടിശ്ശിക വന്നതിനെ തുടർന്ന് നിർമ്മാണ കമ്പനി 2.5 മാസമായി പണികൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഇതിൽ 10 കോടി രൂപ നൽകിയതോടെയാണ് നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കുന്നത്. ഉരകം മുതൽ ആറാട്ടുപുഴ ഭാഗത്തേക്ക് തിരിയുന്ന തേവർ റോഡ് വരെയുള്ള 1.25 കിലോമീറ്റർ റോഡ് ആറാട്ടുപുഴ പൂരത്തിന് മുൻപ് കോൺക്രീറ്റ് ചെയ്യാനാണ് ഉദ്ദേശം. റോഡിന്റെ പകുതി വീതം 2 ഘട്ടങ്ങളിലായാണ് കോൺക്രീറ്റ് ചെയ്യുക. തൃശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഊരകം പല്ലിശ്ശേരി തേവർ റോഡ് വഴി തിരിച്ചുവിടും. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. അതേസമയം കൂർക്കഞ്ചേരി മുതൽ പൂച്ചിനിപ്പാടം വരെ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തെ വശങ്ങളിൽ കട്ടവിരിക്കൽ പൂർത്തിയായില്ല. പാലക്കൽ പാടം മുതൽ മാർക്കറ്റ് വരെയുള്ള ഭാഗവും നിർമ്മാണം തുടങ്ങാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ചാലക്കുടി മേലൂർ കൂവാട്ടുകുന്നിൽ കോഴി ഫാമിൽ കുറുക്കന്മാരുടെ ആക്രമണത്തിൽ 200ഓളം കോഴികൾ ചത്തു. കൂവാട്ടുകുന്ന് മേച്ചേരി പോളിയുടെ 25 ദിവസം പ്രായമുള്ള കോഴികളാണ് ചത്തത്. 5000 കോഴികളുള്ള 2 ഷെഡുകളാണ് ഫാമിലുള്ളത്. ഇതിലൊന്നിൽ മുൻഭാഗത്ത് ഗ്രില്ല് ഇട്ടിരുന്നില്ല. ഇതിലൂടെയാണ് കുറുക്കന്മാർ അകത്ത് കടന്നത്. 15 ദിവസം കൂടി കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് വളർച്ചയെത്തിയ കോഴികളാണ് കുറുക്കന്റെ ആക്രമണത്തിന് ഇരയായത്. പരിസരത്തെ 5 വീടുകളിലെ നാടൻ കോഴികളെ കുറുക്കന്മാർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വകയിരുത്തിയിരുന്നു. പ്രളയത്തിന് ശേഷം കൂവാട്ടുകുന്ന് പ്രദേശത്ത് കുറുക്കന്മാരുടെ ശല്യം വ്യാപകമായിരിക്കുകയാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കമായി. പ്രധാന വേദിയായ ആശ്രമ മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നടി ആശാ ശരത്തിന്റെ നൃത്താവിഷ്കാരത്തോടെയാണ് കലാമേളയ്ക്ക് തുടക്കമായത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി. 239 ഇനങ്ങളിലായി 14,000ഓളം കലാപ്രതിഭകൾ മേളയുടെ ഭാഗമാകും. 24 വേദികളാണ് കലാപൂരത്തിനായി സജ്ജമാക്കിയിരിക്കുന്നത്. 59 ഇനങ്ങളാണ് ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ. മത്സരവിജയികൾക്ക് നൽകാനുള്ള 12,000 പുതിയ ട്രോഫികൾ തൃശൂരിൽ നിന്നാണ് തയ്യാറാക്കിയത്. ജില്ലാ കലോത്സവത്തിലെ മികവ് ആവർത്തിച്ച് കൊല്ലത്ത് കലാകിരീടം ലക്ഷ്യമിടുകയാണ് ജില്ലയിൽ നിന്നുള്ള മത്സരാർത്ഥികൾ. സവിശേഷതകൾ സാംസ്കാരിക രംഗത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല. അധിനിവേശ വിരുദ്ധ സമരങ്ങളിൽ കൊല്ലം നൽകിയ സംഭാവനകൾ മറക്കാവുന്നതല്ല. കുണ്ടറ വിളംബരം ഉൾപ്പെടെയുള്ളവ ഇന്ത്യാ ചരിത്രത്തിൻ്റെ തിളങ്ങുന്ന ഏടുകളിലൊന്നാണ്. അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സമാന്തരമായി അരങ്ങേറിയ നവോത്ഥാന മുന്നേറ്റത്തിലും കൊല്ലം വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. പെരിനാട് കലാപവും
കല്ലുമാല സമരവുമെല്ലാം ആ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളാണ്. സി കേശവൻ്റെയും ആർ ശങ്കറിൻ്റെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ നാടുകൂടിയാണിത്. ദേശീയപാത മതിലകം പുതിയകാവ് വളവിനടുത്ത് പിക്കപ്പ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. വിഴിഞ്ഞം സ്വദേശികളായ ജോർജ്, അന്തോണി, അനീഷ്, മൈസൂർ സ്വദേശി പ്രസന്നൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കോഴിക്കോട് നിന്നും ചെറിയ മീൻപിടുത്ത വള്ളവുമായി തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന പിക്കപ്പ് വാനും എതിരെ വന്നിരുന്ന പിക്കപ്പ് വാഹനവുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. PT കുഞ്ഞുമുഹമ്മദ് ചെയ്തതെല്ലാം എണ്ണം പറഞ്ഞ സിനിമകളാണെന്ന് സംവിധായകൻ സിബി മലയിൽ പറഞ്ഞു. PT കുഞ്ഞുമുഹമ്മദിന്റെ സർഗയാത്രകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ചേർന്നൊരുക്കിയ PT കലയും കാലവും എന്ന സാംസ്കാരിക മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സിബി മലയിൽ. PT അർഹിക്കുന്ന രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. സർക്കാരിന്റെ കീഴിലുള്ള ചലച്ചിത്ര അക്കാദമികൾ സിനിമാ മേഖലയിലുള്ളവർക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. മുഖ്യധാരയിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നവരെ കൂടി ചേർത്ത് നിർത്താൻ അക്കാദമികൾക്കാകണമെന്നും സിബി മലയിൽ അഭിപ്രായപ്പെട്ടു. സംവിധായകൻ പ്രിയനന്ദനൻ അധ്യക്ഷത വഹിച്ചു. PS ഇക്ബാൽ, കലാമണ്ഡലം ക്ഷേമാവതി, ഇർഷാദ്, ഉമ്മർ തറമിൽ തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയിൽ ചലച്ചിത്ര പ്രദർശനങ്ങൾ, ഫോട്ടോ പ്രദർശനം, വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സംവാദ സദസ്സുകൾ തുടങ്ങിയവ അരങ്ങേറും. റഫീഖ് അഹമ്മദ് ആ പാട്ട് തട്ടം പിടിച്ചു വലിക്കല്ലേ പാട്ട് പാടിയ സുജാത, ഇത്രയും ആൾക്കാർക്ക് അവാർഡ് കിട്ടുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു, നിർബന്ധമായിരുന്നു. അതിനു വേണ്ടിയിട്ട് വലിയ പരിശ്രമങ്ങൾ നടത്തി, വലിയ വാഗ്വാദങ്ങൾ നടത്തി, വലിയ തർക്കങ്ങളുണ്ടായി, വലിയ രീതിയിൽ എതിർപ്പുകളും ഉണ്ടായി. ഒടുവിൽ ഒരു ഗാന സംഗീത ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്ത് കടലിൽ ചാടി ആത്മഹത്യാശ്രമം. തമിഴ്നാട് തെങ്കപ്പട്ടണം സ്വദേശിയായ റിച്ചാർഡാണ് കടലിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 3 ദിവസം മുൻപ് ജോലിക്കായി ബ്ലാങ്ങാട് ബീച്ചിലേക്ക് വന്നതാണ്. റിച്ചാർഡിനെ ടൂറിസം ലൈഫ് കെയർ ജീവനക്കാർ ചേർന്ന സ്പീഡ് ബോട്ടിലാണ് രക്ഷിച്ച് കരക്കെത്തിച്ചത്. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പൊയ്യ തിരുത്തുമുറിയിൽ മുറ്റമടിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ അയൽക്കാരൻ കോടാലി കൊണ്ട് തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചു. അരിക്കാട്ട് പരേതനായ സുബ്രഹ്മണ്യന്റെ ഭാര്യ ദേവകിക്കാണ് വെട്ടേറ്റത്. തലയോട്ടിക്ക് മുറിവേറ്റ ഇവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട അയൽവാസിയായ അനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സർക്കാർ നഴ്സുമാർ തൃശൂരിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച കേരളത്തിന്റെ സാമ്പത്തിക വിഹിതം പുനഃസ്ഥാപിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, PF RDA നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ NB സുധീഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഷീജ അധ്യക്ഷത വഹിച്ചു. സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈനി ആന്റണി, ജില്ലാ സെക്രട്ടറി KP ബീന, ജില്ലാ ട്രഷറർ റസി P ബേബി എന്നിവർ സംസാരിച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കുഴിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ വീണ്ടും ഉപരോധിച്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സമരസമിതി പ്രവർത്തകർ അടിയന്തരമായി കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഏങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സമരസമിതി ഉപരോധ സമരം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് കരാർ കമ്പനിയുടെ ചിലവിൽ അടിയന്തരമായി പ്രദേശത്ത് കുടിവെള്ളം വിതരണം ചെയ്യാമെന്ന് പ്രതിഷേധക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നതാണ്. തുടർന്നും കുടിവെള്ളക്ഷാമം നേരിടുന്ന വാർഡുകളിൽ കുടിവെള്ള വിതരണം നടക്കാത്ത സാഹചര്യത്തിലാണ് ജനകീയ സമരസമിതി വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, ഘോഷ് തുഷാര, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിജിൽ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രീത സജീവ്, ബാബു ചെമ്പൻ, ലത്തീഫ് കെട്ടുമൽ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ചിരട്ടയിൽ കരകൌശല വസ്തുക്കൾ നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് ദേശമംഗലം വട്ടപ്പറമ്പിൽ വീട്ടിൽ ചന്ദ്രശേഖരൻ. പ്രായമായെന്ന് കരുതി വീട്ടിൽ വെറുതെ ഇരുന്ന് ടിവിയും മൊബൈലിലും സമയം കളയാൻ ഇദ്ദേഹം ഒരുക്കമല്ല. ചന്ദ്രശേഖരന്റെ കരവിരുതിൽ ചിരട്ടയിൽ വിരിയുന്ന അത്ഭുത കാഴ്ചകൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. നിലവിളക്ക്, കാൽവിളക്ക്, ഗ്ലോബിന്റെ രൂപം, അലാവുദ്ദീനും അത്ഭുത വിളക്കും, മയിൽ, ആമ,
വണ്ടി അങ്ങനെ നിരവധി രൂപങ്ങളാണ് ഈ കൈകളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നത്. പ്രശസ്ത കവി ദേശമംഗലം രാമകൃഷ്ണന്റെ സഹപാഠിയാണ് ഇദ്ദേഹം. ബാംഗ്ലൂർ കേരള സമാജം വകുപ്പിലും വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നിരവധി നാടകങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ നിരവധി കവിതകളും എഴുതിയിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നം കാരണം ഇവയൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അവസരം കിട്ടിയാൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കണമെന്നാണ് ആഗ്രഹം. ഭാര്യ പാർവതിയും 2 മക്കളും കലാ അഭിരുചിക്ക് പിന്തുണ നൽകുന്നുണ്ട്. TCV ന്യൂസ് ചെറുതുരുത്തി. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണ മിഷനുമായി ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. 3 നിലകളായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന് 3.9 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഭിന്നശേഷി കുട്ടികൾക്കായി പ്രത്യേക ക്ലാസ് മുറിയും ലിഫ്റ്റിനുള്ള സംവിധാനവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, മുൻ MLA ഗീത ഗോപി, വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത, വാർഡ് മെമ്പർ EP അജയ് ഘോഷ് എന്നിവർ സംസാരിച്ചു. കിഫ്ബിയുടെയും കിലയുടെയും ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം 15 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. തീർത്ഥകേന്ദ്രം രക്ത ഫാദർ ജോൺസൺ ഐനിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. 6-7 തീയതികളാണ് തിരുനാൾ. ഫാദർ മെജോ മുത്തിപ്പിടിക, ട്രസ്റ്റിമാരായ ബാബു ജോർജ്, ജോയ് ആന്റണി, ആന്റോ വർഗീസ്, ജോസി ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. എറവ് സെന്റ് തെരാസസ് കപ്പൽപ്പള്ളിയിലെ സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നാളെ വൈകിട്ട് നടക്കുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച ആഘോഷമായ ദിവ്യബലിയും വൈകിട്ട് പ്രദക്ഷിണവും നടക്കും. വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ, ജനറൽ കൺവീനർ പോൾ കൊള്ളനു, പബ്ലിസിറ്റി കൺവീനർ വിറ്റസ് വിൻസെന്റ്, ട്രസ്റ്റി ജസ്റ്റിൻ ചാലിശ്ശേരി കുറ്റൂക്കാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ ഇരിങ്ങാലക്കുട സന്ദർശനത്തിന് നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം 17-ന് ഇരിങ്ങാലക്കുട നഗരസഭാ ടൌൺ ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രശസ്ത ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരനെ ആദരിക്കും. നീഡ്സ് പ്രസിഡന്റ് തോമസ് ഉണ്ണിയാടൻ, സെക്രട്ടറി NA ഗുലാം മുഹമ്മദ്, പ്രോഗ്രാം കോർഡിനേറ്റർ KP ദേവദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാഞ്ഞാണി സെന്ററിൽ പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പിക്കപ്പ് വാൻ തല കീഴായി മറിഞ്ഞു. ബുധനാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ വാൻ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. SNTP യോഗം കൊടുങ്ങല്ലൂർ യൂണിയന് ഇനി പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. 7-അംഗ കമ്മിറ്റി ഈ മാസം 6-ന് ചുമതലയേൽക്കും. കഴിഞ്ഞ 1.5 വർഷമായി അഡ്മിനിസ്ട്രേറ്റീവ് ആയിരുന്ന ഹരി വിജയനെ ഒഴിവാക്കിയാണ് യോഗം കൌൺസിൽ പുതിയ കമ്മിറ്റിയെ നിയോഗിച്ചത്. മുൻ യൂണിയൻ സെക്രട്ടറി PK രവീന്ദ്രൻ ചെയർമാനും യോഗം കൌൺസിലർ PK പ്രസിഡന്റ് കൺവീനറുമായുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ബേബി റാം, ഡിൽഷൻ കൊട്ടേക്കാട്, KD വിക്രമാദിത്യൻ, MK തിലകൻ, ദിനിൽ മാധവ് എന്നിവർ അംഗങ്ങളാണ്. ഉമേഷ് ചളിയിൽ പ്രസിഡന്റായിരുന്ന യൂണിയൻ കമ്മിറ്റി നിയമപരമായ കാരണങ്ങളാൽ രാജിവെച്ചതിനെ തുടർന്നാണ് 1.5 വർഷം മുൻപ് അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിച്ചത്. വാട്ടർ അതോറിറ്റിയിലെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടും കുഴികൾ മൂടി സഞ്ചാരയോഗ്യമാക്കി നൽകിയില്ലെന്ന് നാട്ടുകാരുടെ പരാതി. കുന്നംകുളം നഗരസഭ 20-ാം വാർഡ് തെക്കേ അങ്ങാടി റോഡിൽ മാർത്തോമ പള്ളിയുടെ ഗേറ്റിന് സമീപമാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ നന്നാക്കുന്നതിനായി കുഴിയെടുത്തത്. എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടും കുഴികൾ മൂടി സഞ്ചാരയോഗ്യമാക്കിയിട്ടില്ല. മേഖലയിൽ പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കാനിരിക്കെ അപകട സാധ്യത കണക്കിലെടുത്ത് അധികൃതർ എത്രയും വേഗം കുഴി അടയ്ക്കുന്നതിനുള്ള നടപടികൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മഴയും കാലാവസ്ഥാ വ്യതിയാനവും മുണ്ടകൻ കൃഷിയുടെ വിളവിനെ ബാധിച്ചതായി കർഷകർ. ഇതോടെ പല കർഷകർക്കും മുണ്ടകൻ കൃഷി നഷ്ടമായി. കൊയ്ത്തിനൊരുങ്ങിയ പാടത്ത് അപ്രതീക്ഷിത മഴയിൽ വെള്ളം നിറഞ്ഞത് കൊയ്തെടുത്ത വൈക്കോൽ നശിക്കാനും ഇടയാക്കി. പല കർഷകർക്കും ഇറക്കിയ പണം പോലും കിട്ടിയില്ലെന്ന് കർഷകർ പറയുന്നു. ഡിസംബറിൽ പെയ്ത കനത്ത മഴ മൂലം പാടശേഖരത്ത് ചെളി നിറഞ്ഞത് കൊയ്ത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീധനത്തിനെതിരെ സധൈര്യം നൈറ്റ് മാർച്ച് നടത്തി.
മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ ഷമീറ ഷംസുദ്ദീൻ, സിന്ധു രവീന്ദ്രൻ, റംല മജീദ്, ജനറൽ സെക്രട്ടറി സെബീന റിറ്റോ, അമിലിനി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഊടത്തുകടവ് തീരം വനിതാ ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി സബ് എഞ്ചിനീയർ പ്രദീപിനെ ആദരിച്ചു. ഉപ്പുവെള്ളം നിറഞ്ഞ കനോലി കനാലിന്റെ തീരത്തുള്ള പ്രദേശം കാലങ്ങളായി കുടിവെള്ളക്ഷാമത്തിന്റെ പിടിയിലാണ്. മുൻകാലങ്ങളിൽ ആഴ്ചകളോളം ജലവിതരണം തടസ്സപ്പെട്ടാലും പരിഹാരത്തിന് ഒച്ചിഴയുന്ന വേഗതയാണ് ഉണ്ടായിരുന്നത്. പ്രദീപ് ചുമതലയേറ്റതിനു ശേഷം പ്രശ്നപരിഹാരത്തിന് കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ശുദ്ധജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു. വയലാറിൽ നടന്ന പുതുവത്സരാഘോഷ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സന്ധ്യ അധ്യക്ഷയായി. മുൻ വാർഡ് കൌൺസിലർ ശോഭ ജോഷി, ക്ലബ്ബ് സെക്രട്ടറി കല തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി ജെറുസലേം പെട്രോൾ പമ്പിന് മുൻപിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കടവലൂർ സ്വദേശി കല്ലായി വീട്ടിൽ ദാമോദരൻ, പഴഞ്ഞി സ്വദേശിനി കൊളന്നു വീട്ടിൽ അലീന എന്നിവർക്കാണ് പരിക്കേറ്റത്. ചിറക്കൽ ഭാഗത്തു നിന്നും പഴഞ്ഞി ഭാഗത്തേക്ക് വരികയായിരുന്ന ദാമോദരൻ ഓടിച്ചിരുന്ന സ്കൂട്ടർ പെട്രോൾ പമ്പിലേക്ക് തിരിയുന്നതിനിടെ പുറകിലെത്തിയ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണാണ് ഇരുവർക്കും പരിക്കേറ്റത്. ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ പങ്കെടുപ്പിച്ച ചാലക് അവാർഡ് ഭവന്റെ നേതൃത്വത്തിൽ സർഗ മീറ്റ് സംഘടിപ്പിക്കും. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ ശനിയാഴ്ച നടക്കുന്ന പരിപാടി നഗരസഭാ ചെയർമാൻ ബി ജോർജ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഭിന്നശേഷിക്കാർ നിർമ്മിച്ച കരകൌശല വസ്തുക്കളുടെ പ്രദർശനവും വിപണനവും നടക്കും. സുപ്രീംകോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ മനോജ് കരിപ്പായി, ഫാദർ സിനു അരിമ്പൂ പറമ്പിൽ, PB അഭിലാഷ്, ജോർജൻ വെണ്ണാട്ടുപറമ്പിൽ, സിസ്റ്റർ ബ്രിജിറ്റ് മരിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വേലൂരിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാറിടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തണ്ടിലം പള്ളിക്ക് സമീപത്താണ് അപകടം. ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ ടയറാണ് പൊട്ടിയത്. പോസ്റ്റ് പിന്നീട് മാറ്റി സ്ഥാപിച്ചു. സംഗീത അധിഷ്ഠിത വാട്സ്ആപ്പ് കൂട്ടായ്മയായ പാട്ടുപീടികയുടെ ആഭിമുഖ്യത്തിൽ സത്യൻ അന്തിക്കാട് രചിച്ച ഗാനങ്ങളുമായി ഞായറാഴ്ച സാഹിത്യ അക്കാദമിയിൽ ഗാനസന്ധ്യ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഹൈക്കോടതി ജഡ്ജി മുരളി പുരുഷോത്തമൻ, സംവിധായകൻ സത്യൻ അന്തിക്കാട് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. പാട്ടുപീടിക കൂട്ടായ്മ ഭാരവാഹികളായ അഡ്വക്കേറ്റ് NK സുബൈദ, KG പ്രാൻസിംഗ, KM നസീർ, TM സലീൽ, പാർവതി ദാമോദരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ നിർമ്മിച്ച വോളിബോൾ കോർട്ടും കബഡി കോർട്ടും വെള്ളിയാഴ്ച AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. 6-9 വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കോർട്ടുകൾ നിർമ്മിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബബിത ഫിലോമിന, KT ഷാജൻ, സംഘാടക സമിതി അംഗങ്ങളായ സാബു ഐനൂർ, ജോമോൻ ജോസ് എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഇടവക സമൂഹം അണിയിച്ചൊരുക്കിയ സാമൂഹിക സംഗീത നാടകം ഒറ്റമരം അരങ്ങേറി. അരങ്ങിലും അണിയറയിലും ഇടവകയിലെ കലാകാരന്മാരാണ്. മധു കണ്ണഞ്ചിറയുടേതാണ് നാടകരചന. സംവിധാനം CP ആന്റോ, ഗാനരചന മിനി ജോയ്സലും, സംഗീതം റോജി ചൊവ്വല്ലൂരും, പശ്ചാത്തല സംഗീതം ജോസഫ് മീനിങ്ങും, ആലാപനം ഡേവിസ് പാലയൂരും നിർവഹിച്ചു. കമ്പടി തിരുനാളോടനുബന്ധിച്ച് നടന്ന ആദ്യ പ്രദർശനം വികാരി ഫാദർ വിൽസൺ പിടിയത്ത ഉദ്ഘാടനം ചെയ്തു. ശനി ഞായർ ദിവസങ്ങളാണ് കമ്പടി തിരുനാൾ ആഘോഷം. അച്ഛൻ വന്നിട്ടുണ്ട്. കുടിക്കാൻ എന്തെങ്കിലും എടുത്തോ? അച്ഛൻ ഇരിക്ക്. ജോസഫേ, ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. കുഞ്ഞാടേ, കൊടകര വല്ലപ്പാടിയിൽ പുനർനിർമ്മിച്ച ദേവമാതാ ദേവാലയത്തിന്റെ കൂദാശ കർമ്മം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് 2:30 നടക്കുന്ന കൂദാശ ചടങ്ങുകൾക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ലിജോ കളപ്പറമ്പത്ത്, കൈക്കാരന്മാരായ ലിൻസൺ മൽപ്പാൻ, ജോമോൻ കണ്ണൂക്കാടൻ, ജനറൽ കൺവീനർ ജോയ് മാഞ്ഞൂക്കാരൻ തുടങ്ങിയവർ പങ്കെടുത്തു.
മുതിർന്ന കോൺഗ്രസ് നേതാവും തെക്കങ്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന CT ദേവസി അനുസ്മരണവും സഹകാരി പുരസ്കാര വിതരണവും ശനിയാഴ്ച നടക്കും. ഈ വർഷത്തെ സഹകാരി പുരസ്കാരത്തിന് ജോസഫ് ചാലിശ്ശേരി അർഹനായി. പുരസ്കാര വിതരണ ഉദ്ഘാടനം ആര്യാടൻ മുഹമ്മദ് ഫൌണ്ടേഷൻ ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ PJ രാജു, ഭാരവാഹികളായ ജിജോ കുര്യൻ, തോമസ് പുത്തൂർ, കുട്ടൻ മച്ചാട്, TA ശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർ തമ്മിൽ സംഘർഷം. പ്രധാനമന്ത്രി പ്രസംഗിച്ച സ്ഥലത്ത് ചാണകവെള്ളം തളിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞു. കോൺഗ്രസിന്റെ വരേണ്യ മനസ്സാണ് പിന്നോക്ക വിഭാഗക്കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അംഗീകരിക്കാൻ കഴിയാത്തതിന് കാരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ മാധ്യമ പ്രവർത്തകരെ പ്രവേശിപ്പിക്കാതിരിക്കാൻ ഗൂഢാലോചന നടന്നതായും സുരേന്ദ്രൻ. തൃശൂർ കുറ്റൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ അഗ്നിബാധ, ലക്ഷങ്ങളുടെ നഷ്ടം. തൃശൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. നിർമ്മാണം സ്തംഭിച്ച കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി റോഡ് നവീകരണം നാളെ പുനരാരംഭിക്കും. തൃശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ചാലക്കുടി മേലൂർ കൂവാട്ടുകുന്നിൽ കോഴി ഫാമിൽ കുറുക്കന്റെ ആക്രമണം, 200ഓളം കോഴികൾ ചത്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.